ഹായ് ഫ്രണ്ട്സ്, നമുക്ക് മെഷ് വൈഫൈകളുടെ ഗുണം എന്താണെന്ന് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മെഷ് വൈഫൈ എന്ന് പറഞ്ഞിട്ട് ഒന്നിലധികം വൈഫൈ പാക്കുകൾ വരുന്ന ഒരു വൈഫൈ സിസ്റ്റം ആണ് മെഷ് വൈഫൈ എന്ന് പറയുന്നത്. അതൊരു ബ്ലൂടൂത്ത് ഡിവൈസിനെ പോലത്തെ ഇരിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലത്തെ ഒരു ഡിവൈസ് ആണ്. ഇത് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ, അതായത് ഉപയോഗിക്കേണ്ടത് എത്തരം സന്ദർഭങ്ങളിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലൊക്കെയാണ് നമുക്കത് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. മെഷ് സിസ്റ്റം കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരു വലിയൊരു ഏരിയ, ഇപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം ഹാൾ അല്ലെങ്കിൽ ഒരു വലിയൊരു സ്പേസിൽ നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ഈസി ആക്കാൻ, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ, അതായത് 5G ആണെങ്കിൽ 5G ആ ഒരു സ്പേസിൽ വളരെ സ്പീഡിൽ നമുക്ക് ആ ഒരു വൈഫൈ കണക്ടിവിറ്റി ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് മെഷ്. മെഷിൻ്റെ പ്രധാനപ്പെട്ട ഗുണത്തിലൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർമലി ഒരു വൈഫൈ എക്സ്റ്റൻഡേഴ്സ് വയ്ക്കുമ്പോൾ അതിൻ്റെ റൂട്ടർ വയ്ക്കുകയാണെങ്കിൽ വിചാരിക്കുക, ഒന്നിൽ അധികം റൂട്ടേഴ്സ് വയ്ക്കേണ്ടി വരും. അതായത് വലിയൊരു സ്പേസ് ആണെങ്കിൽ എല്ലായിടത്തും റേഞ്ച് കിട്ടാനായിട്ട് നമുക്ക് ഒന്നിലധികം വൈഫൈ റൗട്ടറുകൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നിലധികം വൈഫൈ റൗട്ടറുകൾ സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? സാധാരണ പോലെ തന്നെ ആ ഒരു പേര്, അതായത് വൈഫൈയുടെ ആ ഒരു വൈഫൈ നെയിം എല്ലാത്തിനും ഒന്നുപോലെയല്ല നമ്മൾ റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒരു റൗട്ടറിന് ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ഇടാം, ചിലപ്പോൾ അടുത്ത റൗട്ടറിന് സെക്കൻഡ് ഫ്ലോറിൽ ഇടാം, അല്ലെങ്കിൽ ഒരു റൗട്ടറിന് വേറെ പേരിടാം, അടുത്ത റൗട്ടറിന് വേറെ പേരിടാം. അങ്ങനെ ആ ഒരു നെറ്റ്വർക്കിൽ തന്നെ ആ ഒരു റൗട്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് നെയിംസ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഒരു ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ ആസ് എ യൂസർ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിലും കണക്ട് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു 3 പേരിലും നമുക്കത് കണക്ട് ചെയ്യേണ്ടി വരും. ആ ഒരു പാരൻറ്റ് മോഡത്തിൻ്റെ വൈഫൈയിൽ കണക്ട് ചെയ്യേണ്ടി വരും. ഈ ഒരു റൗട്ടർ 1ൻ്റെ പേരിലും പാസ്വേഡിലും വൈഫൈ പാസ്വേഡിൽ കണക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ റൗട്ടർ 3യുടെ ആ ഒരു വൈഫൈ പാസ്വേഡിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കണക്ട് ചെയ്താലാണ് നമ്മുടെ കാര്യം ശരിയാണ്. നമ്മുടെ മൊബൈൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഏതാണോ അതിൻ്റെ മാക്സിമം വൈഫൈ കവറേജ് കാണിക്കുന്നത് ആ ഒരു കവറേജിലോട്ടും മൊബൈൽ ഓട്ടോമാറ്റിക്കലി തന്നെ സ്വിച്ച് ആകും. പക്ഷേ എവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്വിച്ച് ആകാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതായത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു റൗട്ടറിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് പോകുമ്പോൾ ഈ ഒരു മൊബൈലിന് ആ സ്വിച്ചിങ് ടൈം കുറച്ചെടുക്കും. അവിടെയാണ് ആ ഒരു പ്രശ്നം വരുന്നത്. കാരണം വെച്ചാൽ ചില മൊബൈലിൽ വളരെയധികം ടൈം എടുക്കും ആ സ്വിച്ച് ആക്കാനായിട്ട്. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആ ഒരു ബൗണ്ടറി ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വിച്ചിങ് പോസിബിൾ ആയിട്ട് വരും. ആ ഒരു അകലെ ഇരിക്കുന്ന റൗട്ടറിൽ നിന്ന് തന്നെയായിരിക്കും, മോഡത്തിൽ നിന്ന് തന്നെയായിരിക്കും അപ്പോഴും ആ ഒരു വൈഫൈ കണക്ടിവിറ്റി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ സമയങ്ങളിലൊക്കെ ആ ഒരു വൈഫൈ കണക്ടിവിറ്റി പ്രോപ്പറായിട്ട് കിട്ടില്ല. അങ്ങനെ അതുപോലെ വരുന്ന അവസരങ്ങളിലാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? മെഷ് വൈഫൈ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഈ മെഷ് വൈഫൈയിൽ നമ്മൾ ഓരോ മെഷ് സിസ്റ്റവും നമ്മൾ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യും. ഒന്ന് അല്ലെങ്കിൽ പാരൻറ്റ് മോഡമായിട്ട് കണക്ട് ചെയ്യും. ബാക്കിയുള്ളതെല്ലാം ആ ഒരു ഡിഫറെൻറ്റ് സ്പേസിൽ നമ്മൾ സാറ്റലൈറ്റുകളായിട്ട് സെറ്റ് ചെയ്യും. ഇത്തരത്തിൽ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെല്ലാം ഒരേ പേരും, അതായത് ഒരേ SSIDയും പാസ്വേഡും തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യാൻ നേരത്തും ഈ നമ്മുടെ മൊബൈലിന് ഡിഫറെൻറ്റ് പേരിലോട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ പേരിൽ നിന്നും ഒറ്റ SSIDയിൽ തന്നെ ആ ഒരു എല്ലാ മെഷ് സിസ്റ്റത്തിലുള്ള എല്ലാ റൗട്ടേഴ്സും, മെഷ് റൗട്ടേഴ്സ് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വിച്ചിങ് ടൈം വളരെ കുറവായിരിക്കും. ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. ആ ഒരു സ്പീഡിലായിരിക്കും ആ ഒരു സ്വിച്ച് ഓവർ ടൈം നടക്കുന്നത്. ഒരേ ചാനലിൽ തന്നെ, അതായത് വൈഫൈ ചാനലുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആ ഒരു വൈഫൈ ചാനലുകൾ ഒറ്റ ചാനലിൽ തന്നെയായിരിക്കും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വിച്ച് ഓവർ ടൈം വളരെ കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ അടുത്തതിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരേ പേരും പാസ്വേഡും ഉപയോഗിച്ച് ഈ ഒരു എൻറ്റയർ ഏരിയ, ഈ ഒരു വലിയൊരു സ്പേസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് പുറമെ തന്നെ മെഷിന് ഹൈ സ്പീഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 2.4 മാത്രമല്ല 5G ഒരേ ബാൻഡ് വിത്തിൽ, രണ്ട് ബാൻഡ് വിത്താണ്, പക്ഷേ ഒരേ പേരിൽ തന്നെ ഒരേ സൊസൈറ്റിയിൽ തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പോൾ ആ ഒരു 5G സ്പേസിൽ നിന്ന് പോയാലും 2.4 ഓൾറെഡി അതിനകത്ത് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഫുൾ റേഞ്ച് അപ്പോഴും അവിടെ കാണിക്കും. സ്പീഡ് മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ ആ ഒരു 2.4ഉം 5G ആ ഒരു SSID ഒന്നായിട്ട് തന്നെ കാണിക്കുന്നത് തന്നെ നമുക്ക് വളരെയധികം റേഞ്ച് കപ്പാസിറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ സ്പീഡും നമുക്ക് വളരെ കമ്പാരിറ്റീവ്ലി വളരെ ഹൈ ആയിരിക്കും. നോർമൽ റൗട്ടേഴ്സ് വയ്ക്കുന്നതിനേക്കാളും വളരെ നന്നായിട്ട് തന്നെ മെഷ് വൈഫൈ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡ് ചേഞ്ചസും നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് മെഷ് എക്സ്പെൻസീവ് ആണ്. ശരിയാണ്, നമ്മൾ ഈ ഒരു 2-3 റൗട്ടേഴ്സ് ഫിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു കേബിൾ വലിച്ച് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് സെറ്റ് ചെയ്തൊക്കെ നമ്മൾ എടുക്കുന്നതിനേക്കാളും അത്ര തന്നെ എക്സ്പെൻസ്, മേ ബി ഒരു കുറച്ച് എക്സ്പെൻസ് കൂടുതലാവുമെങ്കിലും നമുക്ക് മെഷ് തന്നെയാണ് ഏറ്റവും ബെറ്റർ.
മെഷ് ഒരു വലിയ വീടാണ് അല്ലെങ്കിൽ വലിയൊരു നമുക്കൊരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ആ ഒരു മെഷ് സിസ്റ്റം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മെഷ് സിസ്റ്റം തന്നെ വെക്കുക. അതായത് വൈഫൈ കണക്ടിവിറ്റി അത്രയും ക്വാളിറ്റിയോടുകൂടിയും ആ ഒരു സ്പീഡിൽ നമുക്ക് ഒറ്റ ഇതിൽ ഫ്രീക്വൻസി ആയിട്ട് ഒറ്റ SSID അതായത് ഒറ്റ വൈഫൈ നെയിമാണ് SSID എന്ന് പറയുന്നത്. ആ ഒരു വൈഫൈ നെയിമിൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു മെഷ് തന്നെ ഉപയോഗിച്ച് തന്നെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മെഷ് വളരെ ഉപകാരപ്പെട്ട ഇത്തരത്തിൽ പറയുമ്പോൾ വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് ഈ ഒരു മെഷ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ആമസോൺ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഷോപ്പിംഗ് ലിങ്കിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ മെഷ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് ഡിസ്റ്റൻസിലായിരിക്കണം അത് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഒന്ന് പാരന്റ് മോഡത്തിൻ്റെ ഒപ്പം വരുന്നെങ്കിൽ ബാക്കി വരുന്ന 2 സാറ്റലൈറ്റ് രണ്ടിൽ അധികവും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതും ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു 3 പാക്ക് മെഷിൻ്റെ ഒരു 3 പാക്കാണ് വെച്ചിരിക്കുന്നതെങ്കിൽ സെയിം ബ്രാൻഡിൻ്റെ തന്നെ നിങ്ങൾക്ക് അത് വീണ്ടും ഒരു 3 കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 വെച്ചിട്ട് കവർ ചെയ്യാതെ കുറച്ച് പ്ലേസസ് വന്നെങ്കിൽ അവിടെയും കൂടി കവർ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു അടുത്തൊരു 3 കൂടി സാധിക്കും. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ഏരിയ ഇതുപോലെ ഒരു വലിയൊരു പ്രമിസസ് ആണെങ്കിൽ തീർച്ചയായിട്ടും മെഷ് സിസ്റ്റം തന്നെ ഉപയോഗിക്കുക. മെഷ് സിസ്റ്റം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ എൻറ്റയർ ഏരിയ ഒരു വലിയൊരു ഏരിയ ഒറ്റ നെറ്റ്വർക്കിലാക്കിയിട്ട് നമുക്ക് സിസ്റ്റം ഒരു വൈഫൈനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ഡെക്കോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ TP-Link ഒക്കെ ആണെങ്കിൽ ഡെക്കോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എല്ലാ കമ്പനികൾക്കും അത് അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ വളരെ സിമ്പിളായിട്ട് തന്നെ റിമോട്ട്ലി ഒക്കെ നമുക്കിത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു നെറ്റ്വർക്കിൽ വന്നാൽ എല്ലാം വൈഫൈ പാസ്വേഡ് ഒക്കെ സിമ്പിളായിട്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു മെഷ് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള മെഷ് നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ മെഷ് പർച്ചേസ് ചെയ്ത് അത് നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എറണാകുളത്തേക്കാണെങ്കിൽ നേരിട്ട് നമ്മുടെ സർവീസ് ഉണ്ടാകുന്നതാണ്. എറണാകുളത്ത് പുറത്താണെങ്കിൽ നമ്മളത് കറസ്പോണ്ടിങ് പേഴ്സൺസിനെ കോൺടാക്ട് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. CCTV നെറ്റ്വർക്കിംഗ് വീഡിയോസുകൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നന്ദി. വീണ്ടും പറയും.